Hi students, welcome to LM Thing. Today we are going to study factor theorem of chapter 10 polynomials. എന്താണ് factor എന്ന് പറഞ്ഞാൽ? Factor എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ. ഇപ്പോൾ 6 is equal to 2 into 3. If we divide 6 by 2, remainder is 0. If we divide 6 by 3, 2, 3, 6, remainder is 0. So we can say that 2 and 3 are the factors of 6. അതായത് ഫാക്ടർ എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ആദ്യത്തെ സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് ഫാക്ടർ ആണെന്ന്. ഇവിടെ നോക്കിയേ, വേറൊരു എക്സാമ്പിൾ, x² - 1. ഇതിന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം, x+1 ഇൻറ്റു, ഇതൊരു പോളിനോമിയലാണ്, x - 1. x² - 1 equals x+1 into x - 1. x+1 is a factor of x² - 1. x - 1 is also a factor of x² - 1. അപ്പോൾ ഫാക്ടർ എന്ന് പറയുന്ന സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 0 ആയിരിക്കും കിട്ടുന്നത്. അനദർ എക്സാമ്പിൾ, p of x is a polynomial equal second degree polynomial. We can take x² plus 5x plus 6. ഈ പോളിനോമിയലിന് എക്സിന് ഏത് വില കൊടുക്കുമ്പോഴാണ് ഇത് 0 വരുന്നതെന്ന് നോക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിന് 1 കൊടുക്കാം. p of 1 equals 1² plus 5 into 1 plus 6. 5 plus 1, 6 plus 6, 12. Not equal to 0. ഇനി എക്സിന് -1 കൊടുത്തു നോക്കാം. -1 whole square plus 5 into -1 plus 6 equal to -1 square എത്ര? 1. 5 into -1 is -5 plus 6. ഇപ്പോഴും നമുക്ക് 0 കിട്ടുന്നുണ്ടോ? 6 1 7, 7 5 പോയാൽ 2. നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഇനി 2 കൊടുത്തു നോക്കാം. p of 2 equals 2² plus 5 into 2 plus 6. Okay, 4 plus 10, 14 plus 6, 20. Not equal to 0. ഇനി -2 കൊടുത്തു നോക്കാം. Equals -2² plus 5 into -2 plus 6 equals -2 square is 4. 5 into -2 is -10 plus 6. 6 plus 4, 10. 10 minus 10 equal to 0. അപ്പോൾ p of -2 is equal to 0 എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ എന്താ കൊടുത്തത്? x is equal to -2 ആയപ്പോഴാണ് p of -2 0 ആയത്. ഈ -2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നേ, അപ്പൊ എന്താ വരും? x+2. x+2 is a factor of this polynomial. ഇതിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പം ഫാക്ടറും എന്താണെന്ന് മനസ്സിലായല്ലോ. ഫോർ എനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ p of x ആൻഡ് ഫോർ എനി നമ്പർ a, ഫോർ എനി നമ്പർ -2 എന്ന് പറയുന്ന കണക്ക് p of -2 is equal to 0, then x+2 is a factor. When for any polynomial p of x, p of a is equal to 0 ആണെങ്കിൽ എന്തായിരിക്കും? x minus a is a factor. x minus a is a factor. x is equal to a ആണ്. ഈ a ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താ വരും? മൈനസ്. അപ്പോൾ എന്താ കിട്ടും? x minus a is a factor എന്ന് കിട്ടും. കണ്ടുപിടിക്കാൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്താ വരും? മൈനസ് വരും. കണ്ട, a is equal to 0. അപ്പോൾ x is equal to a വരുമ്പോൾ ഇവിടെ x minus a is a factor. p of -2 is equal to 0. ഇവിടെ -2 വന്നുകൊണ്ട് ഫാക്ടർ എന്തായിട്ട് വന്ന് x+2 is a factor. മനസ്സിലായല്ലോ. ഫോർ എനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ p of x and for any number a can be any number 1 2 3 any number. If p of a is equal to 0, then the first degree polynomial x minus a is a factor of the given polynomial. ഇവിടെ ഏതെല്ലാം ഫാക്ടർ ആയിട്ട് വരും? x+2 is a factor. നമ്മൾ ചെയ്യുവാണെങ്കിൽ x+3 is also a factor of this given polynomial. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫാക്ടർ ആകുന്ന എപ്പോഴാണ്? നമ്മൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്? എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്? ആ വാല്യൂ ആണ് നമുക്ക് ഫാക്ടർ ആയിട്ട് ഇടുന്നത്.
പി ഓഫ് മൈനസ് ടു ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ടു ഈസ് എ ഫാക്ടർ. പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എ. എക്സിന് ഇത് വില കൊടുക്കുന്നതുകൊണ്ടാണ് ഈ എ കൊടുത്തത്. എക്സിന് പകരമാണ് എ കൊടുത്തത്. എ കൊടുക്കുമ്പോൾ 0 വരുന്നത്. അപ്പോൾ എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ. പി ഓഫ് 3 ഈസ് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ എന്തായിരിക്കും ഫാക്ടർ? എക്സ് മൈനസ് 3 ഈസ് എ ഫാക്ടർ. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ്. എക്സ് മൈനസ് 3 ഈസ് എ ഫാക്ടർ. പി ഓഫ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതായിരിക്കും ഫാക്ടർ? എക്സ് പ്ലസ് 5 ഈസ് എ ഫാക്ടർ. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഫാക്ടറിനെ കുറിച്ച്. നമുക്ക് കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.